അല്ല, ആരായിരുന്നു ആ വണ്ടിയിൽ നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്? ഏത് വണ്ടിയില്? ഹൈ, ഈ വണ്ടിയില്. അവരുടെ കയ്യിൽ നിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ആ, അതെ 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 അതെ, ഞാൻ അതിലേക്കല്ലേ വരാൻ പോണത്. സാറിന് ക്ഷമിക്കേ. ആ, 2 ഓട്ടങ്ങൾക്കിടയിലുള്ള വിശ്രമവേളയിലാണ് അവർ വന്നത്. വിവേകാനന്ദനല്ലേ? ആണെങ്കിൽ സത്യം പറ, കൊട്ടേഷനാണ്? അതെ. ആരാ അയച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഞാൻ കാശ് കൊടുക്കാനുള്ള ആർക്കും അതിനുള്ള അവകാശമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മൂമ്മയായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നടക്കില്ല ചങ്ങാതി, കിടപ്പില്ല. അതുകൊണ്ടല്ലേ സംസാരിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അമ്മയായിട്ടെങ്കിലും സംസാരിക്കാൻ പറ്റും? പറ്റില്ല. നിങ്ങൾക്കില്ല ചങ്ങാതി അമ്മയും പെങ്ങന്മാരൊക്കെ? ചേലക്കാതൊരു ഭാഗത്തിരുന്നോ, വെറുതെ കയറ്റ് പണി ഉണ്ടാക്കണ്ട. ചെക്ക് കേസ്, പക്ഷേ ഒന്നിപ്പോലും പിടികൊടുത്തിട്ടില്ല. പോലീസുകാർ വിചാരിച്ചു, കോടതി വിചാരിച്ചു. പണം പലിശയ്ക്ക് കൊടുക്കുന്ന സകല അവന്മാരും ഒറ്റുവല പിരിച്ച് കാത്തിരുന്നിട്ടും വീണില്ല. അങ്ങനെ നോക്കിയ കേരളത്തിലെ കടക്കാർക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃകയാണ് നീ. കള്ളൻ. വിവേകാനന്ദന് മനസ്സിലായോ? പാപ്പച്ച മുതലാളി കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പാവം വ്യവസായി. സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ അറിയും, എളമുട്ട ഫൈനാൻസിയേഴ്സ്. അറിയാം. നിങ്ങളുടെ സ്ഥാപനത്തില് പണ്ട് ഞാൻ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എടുത്തില്ല, ലേലത്തിൽ പോയി. അയ്യോ, അന്നെന്റെ സാഹചര്യം അങ്ങനെയായിരുന്നേ. ഈ സാഹചര്യങ്ങൾ തന്നെ കുഴപ്പം. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊലപാതകയും സന്യാസിയും ഒക്കെ ആക്കുന്നത്. ഇപ്പൊ വിവേകാനന്ദൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ എത്താനും കാരണം സാഹചര്യങ്ങളാണ്. വിവേകാനന്ദന്റെ അല്ല, എന്റെ സ്ഥാപനത്തിന്റെ ലവന്മാരെത്തി. മുതലാളി പോയോ? അതെന്നാ അനിയ, എന്നാ തന്തയില്ലായ്മയെ കാണിച്ച്? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സാർ. കോയമ്പത്തൂർ ബ്രാഞ്ചിലെ മാനേജരാ. ഒരു ചെറിയ തരികട കാണിച്ചു, കാശിന്റെ ഒരു തിരിമറി. അതിനുള്ള വിശദീകരണം ചോദിച്ചതാ. അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ട് വേണം ബാക്കി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ. മുതലാളി എന്നെ വിളിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞില്ല. ഇവിടെ നിന്ന് കുറച്ച് അകലെയുള്ള കടപ്പുറ സൈഡിൽ ഞങ്ങൾക്കൊരു മാനേജറെ വേണം. വിവേകാനന്ദൻ റെഡിയാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പൊ ചോദിക്കും എന്ത് യോഗ്യത കണ്ടിട്ടാണ് ഈ ഓഫർ വെക്കുന്നതെന്ന്. 70 ചെക്ക് കേസ് പിടികിട്ടാ പുള്ളി. തന്റെ ആ സാമർഥ്യം, ആ യോഗ്യത. നല്ല തന്തയ്ക്ക് പിറന്ന കള്ളന് കഞ്ഞി വെച്ച ഒരുത്തനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇത്രയും കാലം ഞങ്ങൾ. ഈ കടപ്പുറം ബ്രാഞ്ചിലെ പലരും വന്ന് പണം കടം മേടിക്കും. ഈ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ചിട്ടാ പലർക്കും പണം കൊടുക്കുക. മേടിച്ചോണ്ട് പോകുന്നല്ലാതെ ഒരൊറ്റ രൂപ പോലും തിരിച്ചടക്കില്ല. ഇനിയിപ്പോ നമ്മൾ ചോദിക്കാൻ ചെന്നാലോ, വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആരാ? അവിടുത്തെ ആണുങ്ങളല്ലേ? അല്ല, ആശം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലേ സ്രാവിട്ട് കൊടുക്കും. ആഹാ, നല്ല സാംസ്കാരിക നിലവാരമുള്ള സ്ത്രീ. കടം മേടിച്ച് മുങ്ങി നടക്കുന്ന ആണുങ്ങളെ എങ്ങനെയെങ്കിലും മുതലാളിയുടെ മുമ്പിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചാൽ എന്റെ കടക്കാരെ മുഴുവൻ ഡീൽ ചെയ്തോളാന്ന് മുതലാളി ഏറ്റിരിക്കുക. അതൊരു നല്ല കാര്യം. പക്ഷെ അവന്മാര് എങ്ങനെ മുതലാളിയുടെ മുമ്പിൽ എത്തിക്കും? എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണം. അല്ല, ആധാരം കയ്യിലിരിക്കില്ലേ? സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്താലോ? കടം മേടിച്ച കാശും ചോദിച്ചോണ്ട് കടപ്പുറത്തേക്ക് എങ്ങാനും ജപ്തി ചെയ്യാൻ വന്നാലുണ്ടല്ലോ, വന്നവരാരും ജീവനോടെ തിരിച്ചു പോകുകയല്ല. ഇവിടെ ശക്തിയല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. ഭാഗ്യം എന്റെ കയ്യിൽ ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട്. എന്ത് ബുദ്ധി? ഓ, ഒടുക്ക നിനക്കെങ്കിലും ഉപകരിച്ചല്ലോ. നീ എനിക്ക് വേണ്ടി അത്ര വലിയ സാഹസമൊന്നും കാണിക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അല്ല, പ്രിയമുള്ള കടപ്പുറം നിവാസികളെ, വമ്പിച്ച കടക്കണി വിരുദ്ധ സമ്മേളനം, കൊള്ളപ്പലിശയ്ക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ചൂഷണങ്ങൾക്കുമെതിരെ കടബാധിതരായ മനുഷ്യരുടെ പ്രതിഷേധ കൂട്ടായ്മ നവംബർ 25 കമ്മ്യൂണിറ്റി ഹാളിൽ. കടം മേടിച്ചതിന്റെ പേരിൽ സ്വത്തിനും ജീവനും ഭീഷണി നേരിടുന്നവർ ഓർക്കുക, പങ്കെടുക്കുക. ഇതൊരവസാനത്തെ അവസരമാണ്. പ്രതിഷേധ യോഗത്തിൽ അണിചേരൂ, കടബാധ്യതയിൽ നിന്ന് മോചിതരാകൂ. ഹലോ, ടെസ്റ്റിംഗ്, മൈ ടെസ്റ്റിംഗ്. ഹലോ. പ്രിയമുള്ള കടപ്പുറം നിവാസികളെ, ഞങ്ങൾ ഇവിടെ ഒരു രഹസ്യ സർവേ നടത്തി. ശ്രീ ഇളമുട്ടം പാപ്പച്ചൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഇവിടെ പലർക്കും പണം പലിശയ്ക്ക് കടം കൊടുത്തിട്ടുള്ളത്. കൊടുത്ത പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി
മനുഷ്യത്വരഹിതമായ പല പരിപാടികളും നിങ്ങൾക്കെതിരെ അദ്ദേഹം ചെയ്തു വരുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അയാളെ പൂട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യോഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പൊ യോഗത്തിന് വന്നാ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടല്ലോ. ആ എങ്കി നമ്മ വരും, നമ്മ വന്നു അത് കടപ്പുറത്തെ കടക്കാരെ സമ്മേളന ഹാളിലിട്ട് പാപ്പച്ചന്റെ ഗുണ്ടകൾ അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. സമ്മേളനം ഉഷാറായത് അങ്ങനെയായിരുന്നു. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു മുതലാളി, ഞാനാ വിവേകാനന്ദൻ. പേടിപ്പിച്ചോളാം. ആ, നീ നിന്റെ വാക്ക് പാലിച്ചു, ഇനി എന്റെ കൂടെ അല്ലയോ? അതെ അതെ. 3 മാസക്കാലത്തേക്ക് നിന്റെ കടക്കാരും നിന്നെ ശല്യപ്പെടുത്തില്ല. ഓ, ഈ 3 മാസക്കാലം നീ ഇളമുട്ടം ഫിനാൻസേഴ്സിലെ ഒരു ബ്രാഞ്ചിലെ മാനേജറായിട്ട് ജോലി ചെയ്യും. കടപ്പുറം ബ്രാഞ്ചിലാണെങ്കിൽ അവരെ തെരണ്ടിവാലിനടിക്കും. അവിടെ വേണ്ട, വേറൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓ, ആ ബ്രാഞ്ചിലെ നിന്റെ പ്രവർത്തനം കണ്ടിട്ടാവും ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. ഒരഭ്യർത്ഥന കൂടി ഉണ്ട്. എന്താണ്? ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി. എന്താ തന്റെ യോഗ്യത? സാംസ്കാരിക പ്രവർത്തകനാ. അതാണോ യോഗ്യത? അല്ല, അത് പിന്നെ നിവൃത്തികേട് കൊണ്ടാ. ആ, എങ്കിൽ റിക്കവറി ആയിക്കോട്ടെ. എന്ത് റിക്കവറി മാനേജർ. ഈ വണ്ടികളൊക്കെ തിരിച്ചു പിടിക്കില്ലേ, ആ വിങ്ങിന്റെ തലവൻ. വലിയ ഉപകാരം. ആ കേട്ടോ വിവേകാനന്ദ, മുതലാളിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാൽ നിന്റെ സമയം മാറിയെന്ന് കൂട്ടിയാ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴും നിന്റെ സമയം മാറിയെന്ന് തന്നെ കൂട്ടിയാ മതി. ഇതാണ് മാനേജറുടെ ക്യാബിൻ. ഇത് ലോക്കറിന്റെ താക്കോൽ. ഇത് വെറും ഒരു താക്കോലല്ല, സ്വർഗവും നരകവും ഇതിട്ടാ തുറക്കാൻ പറ്റും. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ, നിന്റെ പ്രവൃത്തികൾ. ഹോ, കണ്ടല്ലോ, ജിഞ്ചർ. ജിഞ്ചറോ? അതെ, ജിഞ്ചർ, ഇഞ്ചി. സ്വർണത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് ജിഞ്ചർ. ജിഞ്ചറിനെ ഇഞ്ചിന്ന് മാത്രമല്ല, വീര്യം, ശൗര്യം എന്നൊക്കെ വേറെ അർത്ഥമുണ്ട്. ശരിയാ, ഇവൻ കയ്യിലുണ്ടെങ്കിൽ ഉഷാറൊന്ന് വേറെ തന്നെയാ. പലരും പണയം വെക്കാൻ കൊണ്ടുവന്ന ഉരുപ്പടികള്. ഒരുപാട് പേരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ആയിരിക്കുന്നേ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേണം നോക്കിക്കണ്ട് ചെയ്യാൻ. ഓ, ഇവിടെ എന്തെങ്കിലും ഒരു മൈനസ് വന്നാ അത് വിവേകാനന്ദന്റെ മാത്രം കുഴപ്പം കൊണ്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും പ്ലസ് വന്നാലോ അതിന്റെ ക്രെഡിറ്റ് ഇളമുട്ടത്തിന് അവകാശപ്പെട്ടതായിരിക്കും. ഓ, ഗുരുവായൂരപ്പാ, എല്ലാം ഭംഗിയാക്കണേ. എന്തായി? കഴിഞ്ഞു സർ. ആര് പറഞ്ഞു കഴിഞ്ഞു? തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. മീൻ വെട്ടാൻ അറിയോ? എനിക്ക് മീന് വളരെ എളുപ്പമല്ലേ. ആണോ? പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോ നല്ല അസല് മത്തി കിട്ടി. ഇവിടെ രുചിയുടെ ഗുണത്തിന്റെ കാര്യത്തിൽ ഇവനോളം വരില്ല മറ്റൊരു മത്സ്യവും. അതറിയോ എനിക്ക്? എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് വെട്ടി തുടങ്ങിക്കോ. ഓ, അല്ല, അവിടെ മാനേജർ പോസ്റ്റിലുള്ള ജീവിതം ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൂ. മറന്നിട്ടില്ലടോ, ഇത്രയും കാലം പക്കാ വെജിറ്റേറിയൻ ആയിരുന്ന താനിനി അങ്ങോട്ട് നോൺ വെജ് ആവാൻ പോവല്ലേ. നല്ല എരിവും പുളിയൊക്കെ ഉള്ള മത്തിക്കറി പോലെ വെട്ടി തുടങ്ങിക്കോ. വെട്ടുന്നതിന്റെ ഇടക്കായിക്കോട്ടെ ബാക്കി കഥ. ഓ, ശരിയാണ് സാർ. ഉള്ളി സാമ്പാറും തൈരുസാദൊക്കെ കൂട്ടി നല്ല സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഇളമുട്ടം ഫൈനാൻസേഴ്സിൽ എൻ്റെ ജീവിതം പെട്ടെന്നൊരു ദിവസം യൂട്ടേൺ എടുത്ത പോലെയാണ് സാർ നോൺ വെജ് ആയിട്ട് മാറിയത്. കുടംപുളിയിട്ട് പറ്റിച്ച ഈ മത്തിക്കറി പോലെ. എക്സ്ക്യൂസ് മീ. ഇരിക്കൂ. എൻ്റെ പേര് രൂപ. ഞാനിവിടെ ഒരു പണയം വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുക്കാൻ വേണ്ടി വന്നതാ. ശരി, കാർഡ് എവിടെ? കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വിവേകാനന്ദ, രൂപ എന്തേലൊന്നുമില്ല, പോടാ. അതല്ല, മറ്റേ രൂപ. എന്ത്? ദോ അവിടെ. രൂപ അതന്നെ. ആണോ? അത് തന്നെയാ. ആണോ? രൂപ, എന്നെ മനസ്സിലായോ? ഒന്ന് ആലോചിച്ചു.
ഹോ, എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ? 9847042634. അത് പിന്നെ അന്നൊരു ചെറിയ തെറ്റ് പറ്റി. കുട്ടിയുടെ ഏട്ടൻ പോലീസിനോടുള്ള പേടി കാരണം ലാസ്റ്റ് ഡിജിറ്റ് നമ്പറിൽ മനഃപൂർവ്വം ഒരു ചെറിയ ഭേദഗതി. 1 പകരം 4. അതൊരു ചെറിയ ഭേദഗതിയൊന്നും ആയിരുന്നില്ല. 1 4 ദൂരം അത് വളരെ വലുതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല. അല്ല, ആ ഒന്ന് അകത്തിരിപ്പുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് കാണാം. ഇതാണാ 1. വിവേകാനന്ദൻ ഇരിക്കൂ. എന്തേ? എന്താ? ഹേയ്, ഞാൻ എന്റെ പൊട്ടത്തരത്തെ കുറിച്ച് ഓർത്തു പോയതാ. പെൺകുട്ടികൾക്ക് വേണ്ടത് ഭംഗിയല്ല, ബുദ്ധിയാണെന്ന് ഇനി എപ്പോഴും എന്നെ പോലുള്ളവര് മനസ്സിലാക്കാൻ പോണത്. പല രൂപയുടെ മൂല്യം അല്ല ലൈഫ്. മൂല്യം തന്നെയാ നല്ല പ്രയോഗം. അത് കുറഞ്ഞു. ഏട്ടൻ പോലീസ് ഒരു ആക്സിഡന്റ് പെട്ടായിരുന്നു. സന്തോഷായി. എന്നിട്ട് മരിച്ചുവോ? ഇല്ല, ഓ, പാരാലിസിസ് വന്ന കിടപ്പിലായ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. അതപ്പോ ഞങ്ങൾ അറിഞ്ഞില്ല. എപ്പോ? ഞങ്ങൾ അവിടുന്ന് മാറി കുറച്ചു കഴിഞ്ഞിട്ടായിരുന്നു അപകടം. ഓ, അതൊക്കെ പോട്ടെ. രൂപ എന്താ ഇവിടെ? അതെ അതെ. ഞാൻ കുറച്ച് ഓർണമെന്റ്സ് പണയം വെച്ചിരുന്നു, അതൊന്നും എടുക്കാൻ വന്നതാ. സോറി, യെസ്. നീ ഇതിനകത്തിരിക്കായിരുന്നു. കഴിഞ്ഞില്ല നിന്റെ പ്രൊസീജിയർ? മോഹൻ, മീറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ആ, ഹായ്. ഞാൻ ഈ ബ്രാഞ്ചിലെ മാനേജരാ. മോഹനെ മനസ്സിലായില്ലേ? തെറ്റി പറഞ്ഞ ആ ഡിജിറ്റ് 4. മോഹൻ, ഇതാണ് ആ ഫോണിന്റെ യഥാർത്ഥ ഉടമ. അപ്പോ ഇയാൾക്ക് പകരമാണ് ഞാൻ രൂപയുടെ ജീവിതത്തിലേക്ക് കയറിയത് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പർ തെറ്റി വന്നൊരു കോൾ, അതും രൂപയെ പോലെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ ഭംഗിയുള്ള ശബ്ദത്തിൽ വന്ന കോൾ. നിങ്ങളാണോ ഫോൺ കൊടുത്തയച്ചെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഞാൻ വിവേകാനന്ദനോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാ. പക്ഷേ നമ്പർ തെറ്റിച്ചു കൊടുത്ത് വിവേകാനന്ദന്റെ ഫ്രണ്ട് എന്നോട് കാണിച്ചതും അത് തന്നെയായിരുന്നു. അന്ന് ആ ഫോണും നമ്പറും ഏട്ടൻ പോലീസുകാരന്റെ കൈ കൊടുത്തിട്ട് ഈ നമ്പറുകാരന്റെ വാരിയിൽ ഇടിച്ചൊടിച്ചേക്കണമെന്നെങ്ങാനും ഇവള് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇവളത് ചെയ്തില്ല, ചെയ്യില്ല. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പെൺകുട്ടിയാ എന്റെ രൂപ. നിന്റെ വിവരക്കേട് ആ ഒറ്റ കാരണം കൊണ്ടാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. അവസാന ഡിജിറ്റ് തെറ്റി പറഞ്ഞ് നീ എനിക്ക് വരുത്തിയ നഷ്ടം, അതിന്റെ വില എന്താ നിനക്കറിയാമോ? എന്റെ രൂപ എന്നവ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ തകർന്നു പോയി, അറിയാമോ? ഓരോ പെണ്ണിനും ഓരോ യോഗമുണ്ട് വിവേകാനന്ദ. ഓരോ മണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, അല്ല ധാന്യമണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പെണ്ണിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പടച്ചോൻ അവളുടെ ഉടയോന്റെ പേര്. രൂപ മോഹന്റെ പെണ്ണാവേണ്ടവള് തന്നെയായിരുന്നു. അതിന് ഞാനും നീയും പിന്നെ ആ മൊബൈലും ഒരു നിമിത്തമായെന്ന് മാത്രം. എന്തായാലും പെണ്ണ് രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഒന്നിങ്ങടെ ഇറങ്ങോ. അതെ, യഥാർത്ഥ സുഹൃത്താണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അതാണ് സന്തോഷായി. ഇവിടുന്ന് വീട്ടിലേക്ക് 7 കിലോമീറ്റർ അല്ലേ? അതേ കാണും. നടന്നു വേണം പന്നി. തന്റെ യോഗം. എന്ത്? അവളെ എനിക്ക് നഷ്ടപ്പെട്ടതോ? എന്താ സംശയം? ആണുങ്ങളുടെ മനസമാധാനം കളയാൻ വേണ്ടി ഭൂമിയിൽ വന്ന് ജനിച്ച രക്തരക്ഷസുകളാടോ ഈ പെണ്ണുങ്ങള്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് വെറുതെ ആണെന്നാണോ തന്റെ വിചാരം? കുഞ്ചൻ നമ്പ്യാർക്ക് എഴുതി വെച്ചാൽ മാത്രം പോരെ, അനുഭവിച്ചത് ഞാനാ. ശരിക്കും അങ്ങോട്ട് അനുഭവിച്ചു. വിവേകാനന്ദൻ, നല്ല ഐശ്വര്യമുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ കണ്ടതിന് ശേഷം പോസിറ്റീവായി എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചെന്നറിയോ? ഇപ്പൊ തന്നെ ഞങ്ങൾ വാങ്ങാൻ മോഹിച്ചൊരു വീട്, വിലയുടെ പ്രശ്നത്തിൽ അത് പെശകി നിൽക്കായിരുന്നു. ഇന്നലെ രാത്രി അതിന്റെ ഓണർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് അത് തരാന്ന്. അഡ്വാൻസ് കൊടുക്കാൻ ഒരു 10 ലക്ഷം രൂപ വേണം. ഗോൾഡ് വെറുതെ വീട്ടിലിരുന്നിട്ട് എന്തിനാ? ഇത് വെച്ചിട്ട് എനിക്കൊരു 10 ലക്ഷം രൂപ തരണം. ഒരു മിനിറ്റേ ശിവകാമി, പെട്ടെന്നൊരു 10 ലക്ഷം രൂപ ക്യാഷേ ക്യാബിലേക്ക് ഒന്ന് കൊണ്ടുവരണേ. ആ അല്ല, ഇത്രയും വെക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് തിരിച്ചെടുത്തോളൂ. അതിപ്പോ ഏതെടുക്കണമെന്നാ? വിവേകാനന്ദൻ തന്നെ ഒന്ന് എടുത്തെന്നാ മതി. അയ്യോ, ഞാന് അതിനെന്താ? അന്ന് നജീബ് 4 പകരം 1 പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടിയിരുന്ന ആളല്ലേ. എങ്കിൽ ഇതെടുത്തോളൂ. ഇതാണ് രൂപയ്ക്ക് നന്നായിട്ട് ചേരുക. വിവേകാനന്ദൻ, ഇതാണ് മനസ്സിന്റെ പൊരുത്തം എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിച്ചത് ഈ മാല തന്നെയായിരുന്നു. ഓ, ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ.
ഇത് അങ്ങനെയൊന്ന് ലോക്കറിലേക്ക് വെച്ചോളൂ. നഷ്ടപ്പെട്ടത് വിവേകാനന്ദനല്ല, എനിക്കാ. മിസ്റ്റർ മോഹൻ, മോഹനുമായിട്ടുള്ള ബന്ധം രൂപ ഹാപ്പിയല്ലേ? ജീവിതത്തില് റീടേക്കുകളില്ലല്ലോ വിവേകാനന്ദൻ. ലാസ്റ്റ് ഡിജിറ്റ് തെറ്റിപ്പോയ ഒരു മൊബൈൽ നമ്പറാ ഇപ്പൊ എന്റെ ജീവിതം. മുതലാളി വരാൻ പറഞ്ഞു. ആയിക്കോട്ടെ. നമസ്കാരം മുരളി. വിവേകാനന്ദന്റെ വീടിന്റെ ആധാരം സഹകരണ ബാങ്കിൽ ഇരിക്കുകയാണല്ലേ? അതേ മുരളി. എന്തേ, ജപ്തി വല്ലതും? ജപ്തി, പക്ഷെ അത് വീടിനല്ല. ആരാടാ ഇവിടെ? ഇത് രൂപ ചോദിച്ചു. എന്റെ ഫ്രണ്ടാ. അപ്പൊ അവളും നീയും കൂടി ചേർന്നുള്ള കളിയായിരുന്നല്ല? എന്റെ മോനെ, നട്ടു നിറച്ച് വളർത്തുവാൻ മാത്രമല്ല, വെട്ടിയറിഞ്ഞ് വളമാക്കാനും പാപ്പിച്ചറിയാം. നോക്കടാ, ഇത് മുഴുവൻ മുക്കുമണ്ടമാ, മുക്കുമണ്ടം. മോഹൻ മേനോൻ, തുഷാർ വില്ല, നമ്പർ 13, പാവർട്ടി. ഇതാ പച്ച മതില്. ഇത് തന്നെയാ. നമ്മൾ ഡീസന്റ് ആയിരിക്കണം, അതാണ്. ഇവിടെ ആരും ഇല്ലേ? ഒന്ന് പതുക്കെ അകത്തി എന്ന് ചോദിക്കാം. വാ. സാർ, ആരാ? ഞങ്ങള് മിസ്റ്റർ മോഹൻ ഒന്ന് കാണാൻ വന്നതാ. മോഹനോ? അതാരാ? നമ്പർ 13, തുഷാർ വില്ല. അഡ്രസ് ഇത് തന്നെ, പക്ഷേ മോഹൻ എന്നൊരാൾ ഇവിടെ ഇല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് രൂപയുടെ ഭർത്താവ് മോഹൻ. സോറി മിസ്റ്റർ, ഇവിടെ മോഹനും ഇല്ല രൂപയില്ല. ഇത് എന്റെ വീടാ. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സാർ, ഞങ്ങൾ മോഹനെ ഒന്ന് കണ്ടിട്ട് പോകണം. സാർ, സാർ, പോണം. ചെല്ല്. സേതുവളിയെ പറ്റിച്ച പോലെ അവളും നിന്നെ പറ്റിച്ചാടാ. ഇതുപോലെയുള്ള കുറ്റങ്ങൾക്ക് പാപ്പച്ച മുതലാളിയുടെ നിയമപുസ്തകത്തിലെ ശിക്ഷ 2 കൈയും കാലും തല്ലി ഒടിച്ച് ഏതെങ്കിലും വൃക്ക കമ്പനിക്ക് നമ്മളെ വിൽക്കുക എന്നുള്ളതാ. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ മുതലാളി ഒരു ചെറിയ ഇളവ് അനുവദിച്ചു. 1 മാസത്തെ സമയം തരും. അതിനുള്ളിൽ ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ജിഞ്ചർ. ഇതിലേതെങ്കിലും ഒന്ന് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ അമ്മ, അനിയത്തി എല്ലാവരും അനുഭവിക്കും. മുതലാളി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ അവരെ വെറുതെ വിട്ടേക്ക്. നിനക്കൊരു നല്ല കാലം വരുമ്പോൾ ആരാ അതിൻ്റെ ഗുണഭോക്താക്കള്? നിന്റെ വീട്ടുകാർ അല്ലയോടാ? അപ്പോ നിനക്കൊരു ചീത്തക്കാലം വരുമ്പോൾ അതിൻ്റെ പങ്കും അവർ അനുഭവിക്കണ്ടോടാ? വയ്ക്കോ, എന്നിട്ട് ആരെ കൊന്നിട്ടാണെങ്കിലും കാശുണ്ടാക്കി കൊണ്ടുവാ. അതെ, എന്തായി? അഹമ്മദ് കുട്ടി സാഹിബ് കാശ് കടം കൊടുക്കൽ നിർത്തി. കാശ് കടം കൊടുത്ത നഷ്ടം 2ആണെന്നാ മൂപ്പര് പറയുന്നത്. കൊടുക്കുന്ന കാശും പോവും, ആ ബന്ധവും പോവും. ഞാൻ വീണ്ടും പല വഴിക്ക് അന്വേഷിച്ചു. ഈട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ മനസ്സുള്ളവരുണ്ട്, പക്ഷെ നിനക്ക് കിട്ടില്ല. ഈ ഫീൽഡിൽ നിന്റെ ട്രാക്ക് റെക്കോർഡ് അത്രയ്ക്ക് മോശ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? 1 മാസം കൊണ്ട് 10 ലക്ഷം രൂപ, അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്റെ ഈശ്വര? ഒന്നുകിൽ നാളെയാണ് ഭാഗ്യക്കുറി അടിക്കണം, അല്ലെങ്കിൽ മോഷ്ടിക്കണം. മോഷ്ടിക്കാനോ? മോഷണം അങ്ങനെ ഏതൊരു എരപ്പാളിക്കും ചെയ്യാവുന്ന ജോലിയല്ല, അതൊരു കലയാണ്. മോഷ്ടിക്കുന്നവൻ അപ്പോ കലാകാരനും. കേശവൻ, മോഷണമെന്ന കലയിലെ നിത്യഹരിത നായകൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രംഗത്ത് സജീവം. പക്ഷേ ഇതുവരെ ഒരു കേസിലും പിടിക്കപ്പെട്ടിട്ടില്ല. സ്വന്തം ഡ്രൈവിംഗ് സ്കൂളിന്റെ മറവിൽ പുതിയ മോഷ്ടാക്കൾക്ക് വേണ്ട ചില്ലറ ഉപദേശങ്ങൾ, ശാസ്ത്രീയ മോഷ്ടാക്കളെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസുകൾ, ഇതൊക്കെയാണ് കേശവന്റെ ഇപ്പോഴത്തെ ഏർപ്പാട്. എന്തായി കേശവ? ഞാൻ പറഞ്ഞ സാധനം റെഡിയായോ? കേശവനോടൊരു കാര്യം പറയുന്നതും ഗുരുവായൂരപ്പനോട് പറയുന്നതും ഒരുപോലെയാ. രണ്ടും നടന്നിരിക്കും, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഗുരുവായൂരപ്പൻ കക്കില്ല, കേശവൻ കക്കും.
ആഹാ കൊള്ളാമല്ലോ. ഇതെങ്ങനെ ഒപ്പിച്ചു? വർഷാപ്പിൽ നന്നാക്കാൻ കയറ്റിയിരുന്ന ഞാനൊരു പോലീസ് ഉടുപ്പിട്ടോണ്ട് എടുത്തോണ്ടെങ്കിൽ പോകും. നായകനെ വില്ലനായ പോലീസുകാരൻ ചേസ് ചെയ്യുമ്പോ കൊക്കയിലേക്ക് മറിക്കാനായി വണ്ടി. എന്ത് ചെയ്യാം, ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറായി പോയില്ലേ. ഡയറക്ടർ പറയുന്ന സാധനം സംഘടിപ്പിച്ചു കൊടുത്തല്ലേ പറ്റൂ. സിനിമ ഷൂട്ടിംഗ് ഈ പരിസരങ്ങളിൽ 1 മാസം ഉണ്ടാവും. പ്രോപ്പർട്ടീസ് ഇനിയും വേണ്ടി വരും. ഞാൻ അപ്പ വരാം. ആ സെറ്റുകാരനെ ഇങ്ങ് വിളി. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് കേശവൻ ഏറ്റു. പക്ഷെ മോഷണത്തിന് അപ്പോഴും ഞാനെതിരായിരുന്നു. എന്തേ? ചാവേണ്ടി വന്നാലും കക്കരുതെന്നാണ് അമ്മ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. ആ അമ്മയുടെ ജീവനും കൂടി വേണ്ടിയാ നമ്മൾ കക്കുന്നത്. പാപ്പച്ച മുതലാളി അറിയാലോ, തട്ടൂന്ന് പറഞ്ഞാ. ഈ മോഷണം അത്ര മോശം കാര്യമൊന്നും അല്ല. ഇതൊരു തരം ഇൻസ്പിറേഷനാണ്. ഇൻസ്പിറേഷൻ? അതെ. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടില്ലേ, മിക്കത് മോഷണല്ലേ. ചോദിച്ചാ പറയും ഇൻസ്പിറേഷൻ ആണെന്ന്. നമ്മളും ഇൻസ്പയർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടത് 10 ലക്ഷം രൂപയല്ലേ, അത് വേണ്ടാതെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു. അതൊരു തെറ്റോ പാപമോ അല്ല, മറിച്ച് അവകാശമാണ്. കാശിന് ആവശ്യമുള്ളവന്റെ അവകാശം. ശരിയാ. മോഷണത്തെ ശക്തിയുക്തം എതിർക്കുന്ന ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. മുമ്പോട്ട് പോകാൻ. ഈ ആളുകൾ 3 തരമുണ്ട്. ലോവർ, അപ്പർ, മിഡിൽ. ഈ അപ്പർ ക്ലാസിന്റെ വീട്ടിലാണ് നമുക്ക് കയറേണ്ടത്. അതുപോലെ വീടുകളുമുണ്ട് പലതരം. നല്ല ലക്ഷണമൊത്തത്, ഒക്കാത്തത്, ഒപ്പിച്ചാൽ ഒക്കുന്നത്, ഒരിക്കലും ഒക്കാത്തത്, അഥവാ കുഴപ്പം പിടിച്ചത്. നല്ല ലക്ഷണയുക്തമായ വീട് വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. ഈ വാസ്തു വാസ്തു എന്നൊക്കെ പറയണതേ വെറുതെ ആളുകളെ പറ്റിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അതും മോഷണം പോലെ തന്നെ ഒരു ശാസ്ത്രമാണ്. ഈ വീട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാ കുഴപ്പമുണ്ട്. ഇതിന്റെ കണക്ക് തെറ്റിക്കിടക്കുക. അടുക്കള സ്ഥാനത്തല്ല. അതുകൊണ്ട് എന്താ, മനസമാധാനം കുറയും. ആരുടെ? തന്റെ ഭാര്യയുടെ. ഭാര്യയുടെ മനസ്സുഖം കുറഞ്ഞാൽ പിന്നെ പറയണ്ടോ? അതുകൊണ്ട് ഇത്തരം വീടുകൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. പുരുഷ സ്പർശമേൽക്കാത്ത കന്യകയെ പോലെയാണ് ലക്ഷണയുക്തമായ വീടുകൾ. അത്തരം വീടുകൾ നമ്മെ മാടി മാടി വിളിക്കും. വരൂ, കയറൂ, എന്നെ ഒന്നും മോഷ്ടിക്കൂ എന്നും പറഞ്ഞ് നമ്മെ നോക്കി നിലവിളിക്കും. അതുപോലെ നോക്ക്, ഈ വീട് എല്ലാം കൊണ്ടും ഉത്തമം. നല്ല ലക്ഷണമൊത്തത്, എല്ലാം കൊണ്ടും. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എല്ലാം കൊണ്ടും ഉത്തമമല്ലേ? നോക്കൂ, കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം, ഈശാനകോണിൽ അടുക്കള, അഗ്നികോണിൽ മറ്റൊരു ബെഡ്റൂം. നിമിത്തവും നല്ലത്. ഇനി അന്വേഷണം വേണ്ട, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഉറപ്പിക്കല്ലേ?